ഇ.പി. ജയരാജൻ, പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച പാർട്ടിയെ അറിയിക്കാത്തതിൽ CPIM-ന് അതൃപ്തി. കൂടിക്കാഴ്ചയെക്കുറിച്ച് വോട്ടെടുപ്പ് ദിനത്തിൽ തന്നെ തുറന്നു പറഞ്ഞതിലും നേതാക്കൾക്ക് നീരസമുണ്ട്. LDF കൺവീനർക്കെതിരെ നടപടി വേണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. ദലാൽ നന്ദകുമാറുമായുള്ള ബന്ധത്തിലും CPM-ന് വിയോജിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാൻ തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയവും ചർച്ചയ്ക്ക് വരും. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, സ്വാഭാവികമാണല്ലോ ഇക്കാര്യത്തിൽ പിണറായി വിജയൻ തന്നെ ജാഗ്രത കുറവുണ്ട് എന്ന് സമ്മതിച്ചു. മാത്രമല്ല, അതിൽ ദലാൽ നന്ദകുമാറുമായുള്ള അടുപ്പം തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. പാപിയുമായി ശിവൻ കൂടിയാൽ ശിവനും പാപിയാകും എന്ന് പറയുമ്പോൾ ദലാൽ നന്ദകുമാർ എന്ന പാപിയുടെ കൂടെ ഇ.പി. ജയരാജൻ കൂടിയാൽ ഇ.പി. ജയരാജനും പാപിയാകും എന്നുള്ള നിലയിലേക്കാണ് പിണറായി വിജയൻ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് CPM ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണോ കരുതുന്നത്? അത്തരത്തിൽ തന്നെയാണ് നികേഷ് പാർട്ടിയിൽ ഉയരുന്ന വികാരം. കാരണം ഇ.പി. ജയരാജനെ പോലൊരു മുതിർന്ന നേതാവ് പലപ്പോഴും ജാഗ്രത കുറവ് പ്രകടമാക്കിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിൽ പാർട്ടി അതിന് താക്കീതിൻ്റെ സ്വരത്തിലോ അല്ലെങ്കിൽ ഉപദേശ നിർദ്ദേശങ്ങളുടെ സ്വരത്തിലോ ജയരാജനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അത് വഴങ്ങാത്ത രീതിയിൽ ജയരാജൻ മുന്നോട്ട് പോകുന്നു എന്നുള്ളൊരു വിലയിരുത്തൽ തന്നെയാണ് നേതാക്കൾക്കുള്ളത്. പ്രത്യേകിച്ച് നിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടം. അവിടെ UDF-ഉം കോൺഗ്രസും അതുപോലെ BJP-യും അന്തർധാര എന്നുള്ള ഒരു ഫോക്കസിൽ ഊന്നി പ്രചരണം നയിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അതേ ദിവസം പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുന്നു BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ളത്. അത് വലിയ രീതിയിൽ ഒരു പക്ഷേ തിരിച്ചടി ഉണ്ടായേക്കാമെന്നുള്ള ആശങ്കയും ഇടത് ക്യാമ്പിൽ ശക്തമായി തന്നെയുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ആകർഷിക്കുന്നതിന് വലിയ രീതിയിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് മുന്നോട്ട് പോയ ഇടതുമുന്നണിക്കും ഇ.പി. ജയരാജന്റെ ആ തുറന്നു പറച്ചിൽ വലിയ രീതിയിൽ ക്ഷീണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ, മുന്നണിയുടെ വിലയിരുത്തൽ. അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പുറത്തു വന്നതും. അതോടൊപ്പം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിന്നും അത് പ്രകടമായിരുന്നു. ജയരാജന്റെ ആ പ്രതികരണത്തോടുള്ള നീരസവും അതുപോലെ തന്നെ അതൃപ്തിയും. മുഖ്യമന്ത്രിയുടെ ആ ഒരു തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള സമീപനം അത് പാർട്ടിക്കകത്ത് നടക്കുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ചുള്ള ഒരു അച്ചടക്ക നടപടിയുടെയും അതുപോലെ തന്നെ താക്കീതിൻ്റെയും ഒക്കെ സ്വരമാണ്. സാധാരണ സംഘടനയ്ക്ക് അകത്ത് നടക്കുന്ന ഒരു നടപടിക്രമമാണ്. അത് മുഖ്യമന്ത്രിക്ക് പരസ്യമായി പറയേണ്ടി വന്നത് അത് തെരഞ്ഞെടുപ്പ് ദിവസമായതുകൊണ്ട് തന്നെയാണ്. അത് ന്യൂനപക്ഷങ്ങളിൽ ഒരു ആശങ്ക ഉണ്ടാക്കാതിരിക്കാൻ തന്നെയാണ്. ഇടത് വോട്ടുകൾ കൃത്യമായി തങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇ.പി. ജയരാജൻ സ്ഥിതിവിശേഷങ്ങൾ കൊണ്ടെത്തിച്ചു എന്നുള്ളതിനെ ഗൗരവമായി തന്നെ നേതൃത്വം കാണുന്നു. അതിനപ്പുറത്തേക്ക് ഇ.പി. ജയരാജനെതിരെ പാർട്ടിക്കുള്ളിൽ ഉയർന്നിരിക്കുന്ന ചില വിഭാഗത്തിൻ്റെയെങ്കിലും ഒരു വികാരമുണ്ട്. ജയരാജനെതിരെ നടപടി ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ പാർട്ടിയിലുണ്ട്. അവർ പലപ്പോഴായി ഇ.പി. ജയരാജനെതിരെ പലതരത്തിലുള്ള അമ്പുകൾ എഴുതി വിടുന്നുണ്ടെങ്കിലും അതെല്ലാം അങ്ങ് തറയ്ക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയും അതങ്ങനെ വെറുതെ വിടാനാവില്ല എന്നുള്ള ഉറച്ച നിലപാടിലേക്ക് അവരും വരുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും വരുന്ന തിങ്കളാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു മുഖ്യ അജണ്ട. പക്ഷേ അത് ഇ.പി. ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ വിവാദവും ജാവദേക്കർ കൂടിക്കാഴ്ച വിഷയമൊക്കെയായി അത് മാറുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ ദേശാഭിമാനിയുടെ ചുമതലയുണ്ടായിരുന്നപ്പോൾ സാന്റിയാഗോ മാർട്ടിൽ നിന്ന് ഫണ്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജനെതിരെ വിവാദം ഉയർന്നു വരുന്നു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നു. ആ വിവാദം ഒഴിവാക്കുന്നതിന് സ്വീകരിച്ച നടപടി അത് രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിക്ക് അത് കൈമാറുന്നു. അത് മറ്റൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ വിവാദത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇ.പി. ജയരാജന്റെ ഭാഗത്തുണ്ട്. അത് ഒരു വീഴ്ചയായിട്ടോ അല്ലെങ്കിൽ അതൊരു പാകപ്പിഴയായിട്ടോ അല്ലെങ്കിൽ ഒരു അവിചാരിതമായ നടപടിയായിട്ടല്ല നേതൃത്വം കാണുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പലർക്കെങ്കിലും അത് ഇ.പി. ജയരാജൻ ബോധപൂർവം നടത്തുന്ന പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ നടത്തുന്ന നീക്കമാണോ എന്നൊരു സംശയം തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്.